എല്ലാവർക്കും പുതിയൊരു ഫോട്ടോഗ്രാഫി സീരീസിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് മണ്ണയം. ഇത്തവണ കാട് ജലച്ചായത്തിൽ എന്ന എൻ്റെ ഫോട്ടോഗ്രാഫി പരമ്പരയെയും ICM അഥവാ ഇൻറ്റൻഷണൽ ക്യാമറ മൂവ്മെൻറ്റ് എന്ന ഫോട്ടോഗ്രാഫി സങ്കേതത്തെയുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വർഷം മാർച്ച് അവസാനത്തിലാണ് ഞങ്ങൾ മധ്യപ്രദേശിലെ പന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് പോകുന്നത്. മുഖ്യമായും കടുവകളെ കാണുകയും പടമെടുക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. മധ്യ ഇന്ത്യ കൊടും വേനലിലേക്ക് കടക്കുന്ന കാലം. ഉഷ്ണമേഖലാ വനങ്ങൾ ഇലകൊഴിച്ച് നഗ്നരാകാൻ തുടങ്ങുന്ന സമയം. കർണാവതി എന്നറിയപ്പെട്ടിരുന്ന കെൻ നദിയുടെ ഇരുപുറത്തുമായി 543 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വരണ്ട കാടുകളാണ് പന്നയുടേത്. കടുവയും പുലിയും കരടിയുമെല്ലാമാണ് മുഖ്യ ആകർഷണം. വലിയ വേനലിൻ്റെ വരവറിഞ്ഞ് നിറഭേദങ്ങളുടെ ഇലക്കുപ്പായമിട്ട മരങ്ങളുടെ വർണ്ണവൈവിധ്യങ്ങളാണ് പന്നയിൽ എന്നെ പ്രലോഭിപ്പിച്ചത്. ഉണങ്ങി വരണ്ട പുൽപ്പരപ്പിനു മീതെ ഇളം പച്ച മുതൽ തവിട്ടുവരെ ക്രമമായി നിറം പടർന്ന ഇലച്ചാർത്തുകൾ. പലയിടത്തും തീർത്തും ഇലപൊഴിച്ച മരങ്ങൾക്കിടയിൽ മഞ്ഞയുടെയും ഓറഞ്ചിൻ്റെയും ഒറ്റ നിറ തുരുത്തുകൾ. ഏറ്റവും ഇറക്കവും നിറഞ്ഞ ഒട്ടും നിരപ്പില്ലാത്ത ജിപ്സിക്ക് മാത്രം ചെന്നെത്താവുന്ന വഴികളിലൂടെ കടുവയെ തേടി തെറിച്ചു പായുമ്പോൾ മരങ്ങളുടെ നിറങ്ങൾ കാഴ്ചയിൽ നിറഞ്ഞു പടരും. വേർതിരിച്ചെടുക്കാനാവാത്ത അമൂർത്ത രൂപങ്ങളുടെ ജലച്ചായ പരപ്പ്. ചിലപ്പോൾ കാഴ്ചകൾ അവയുടെ രൂപങ്ങളെല്ലാം അഴിച്ചുവെച്ച് തീർത്തും അമൂർത്തമായ അനുഭവങ്ങളായി മാറും. ഈ ചിത്രങ്ങളെപ്പോലെ ഈ കാണുന്ന ചിത്രങ്ങൾ ക്യാമറ ചലിപ്പിച്ചെടുത്തിട്ടുള്ളതല്ല. സാങ്ച്വറിക്കുള്ളിലെ തടാകത്തിലെ പ്രതിഫലനങ്ങളാണ്. വെള്ളമുള്ളതിനാൽ അവിടെ കാടിന് പച്ചപ്പുണ്ട്. റിഫ്ലക്ഷനുകൾക്ക് കാഴ്ചയെ പുതുക്കി വ്യാഖ്യാനിക്കാനുള്ള മിടുക്കുണ്ട്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റിഫ്ലക്ഷൻ പക്ഷേ ഈ ചിത്രമാണ്. താഴ്ന്ന നിരപ്പിൽ നിന്ന് 3 തട്ടുകളായാണ് പന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കിടപ്പ്. മൂന്നാമത്തെ തട്ടിലേക്ക് കയറുന്ന ചരിവിൽ ഒരേ തരം മരങ്ങൾ മാത്രം നിറഞ്ഞ് മറ്റു മരങ്ങൾ അപൂർവമായൊരു ഭാഗമുണ്ട്. വലിയ ഇലകളൊക്കെ പൊഴിച്ച് ചെറിയ ചുവന്ന തളിരുകൾ മാത്രമായി നിന്ന മരങ്ങളുടേതായ ആ ഭാഗം വിചിത്രമായ ചിത്രങ്ങളാണ് തന്നത്. ചുളിഞ്ഞ തൊലിയുള്ള കാടിൻ്റെ ചിത്രങ്ങൾ. പരിണാമപരമായ നിരവധി സവിശേഷതകളോട് രൂപപ്പെട്ടതാണ് നമ്മുടെ കണ്ണ്. ഫോട്ടോ സെൻസിറ്റീവായ കോശങ്ങളിൽ വെളിച്ചം പതിക്കുമ്പോഴുണ്ടാകുന്ന ആവേഗങ്ങളും അവയെ അതിവേഗം പ്രോസസ്സ് ചെയ്ത് കാഴ്ചകളെ വ്യാഖ്യാനിക്കുന്ന അപാരശേഷിയുള്ള തലച്ചോറും ചേർന്നാണ് നമ്മുടെ കാഴ്ചാനുഭവങ്ങൾ സാധ്യമായിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ കാണുന്നത് പോലെ അല്ല മറ്റൊരു ജീവിവർഗവും ചുറ്റുപാടുകളെ കാണുന്നത്. ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ കണ്ണിന്, പരിമിതികളും. കാണുന്ന നിമിഷത്തിൽ തന്നെ ഒരു കാഴ്ചയെ അഴിച്ച് ഓരോന്നിനെയും വേർതിരിച്ച് ഇത് മരം, ഇത് ഇല, ഇത് പൂവ്, ഇത് പൂമ്പാറ്റ എന്ന് ക്ഷണനേരം കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തി തരാൻ നമ്മുടെ കണ്ണിന് പറ്റും.
ഓടുന്ന തീവണ്ടിയിലിരുന്ന് അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ മാത്രമായിരിക്കും കണ്ണിൻ്റെ ഷട്ടർ സ്പീഡ് ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന് കണ്ണിന് തന്നെ തോന്നുന്നത്. കണ്ണിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് കലകളുടെ, പ്രത്യേകിച്ച് ഫോട്ടോഗ്രഫിയുടെ രീതികളിലൊന്നാണ്. വലിയ വേഗങ്ങളെ ഫ്രീസ് ചെയ്യാനും സ്ലോ ഷട്ടറിലേക്ക് പോയി ചലനാനുഭവം ഉണ്ടാക്കാനും ഫോട്ടോഗ്രഫിക്ക് സാധിക്കും. സ്ലോ ഷട്ടർ, പാനിങ്, മോഷൻ ബ്ലർ, ഇൻറ്റൻഷണൽ ക്യാമറ മൂവ്മെൻറ്റ്, ഔട്ട് ഓഫ് ഫോക്കസ് ഫോട്ടോഗ്രഫി, മൾട്ടിപ്പിൾ എക്സ്പോഷർ തുടങ്ങിയവയൊക്കെ കണ്ണിനെ കബളിപ്പിക്കുന്ന ഫോട്ടോഗ്രഫി സങ്കേതങ്ങളിൽ ചിലതാണ്. മുഖ്യമായും ഇൻറ്റൻഷണൽ ക്യാമറ മൂവ്മെൻറ്റിലൂടെ മോഷൻ ബ്ലർ സൃഷ്ടിക്കുകയാണ് ഈ ചിത്രങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. സാഹചര്യവും സാങ്കേതികതയും ഉചിതമായി ചേർന്നപ്പോൾ രൂപപ്പെട്ട ചിത്രങ്ങൾ. ചെറിയ, ഒട്ടും നിരപ്പല്ലാത്ത വഴികളിലൂടെ കടുവയെ അന്വേഷിച്ച് കുതിച്ചു പായുന്ന സഫാരി ജീപ്പിലിരുന്ന് കുറഞ്ഞ ഷട്ടർ സ്പീഡിൽ വർണ്ണാഭമായ പരിസരത്തെ പകർത്തുമ്പോൾ നിറങ്ങളുടെ ഈ ജലച്ചായ പടർപ്പ് കിട്ടും. ഓരോ ചിത്രത്തിലും നോക്കൂ, അതിൽ പലതരത്തിലുള്ള ചലനങ്ങൾ കാണാം. വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പുണ്ടാക്കുന്ന ചലനം, കല്ലു നിറഞ്ഞ വഴികളുണ്ടാക്കുന്ന മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കുമുള്ള ചലനങ്ങൾ, കയ്യിലിരിക്കുന്ന ക്യാമറയ്ക്കും ലെൻസിനും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്ന ചലനം, ഷട്ടർ സ്പീഡുകൾ കൂട്ടിയും കുറച്ചും പടർച്ചയ്ക്കുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, ഫോക്കസ്, ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഈ ചിത്രങ്ങളുണ്ടായത്. ഏറ്റവും എളുപ്പമുള്ള ഫോട്ടോഗ്രാഫി സങ്കേതങ്ങളിലൊന്നാണ് ICM. 1/30 താഴെ മുതൽ 30 സെക്കൻഡ് വരെയുള്ളതിൽ സന്ദർഭത്തിന് ചേർന്ന ഒരു ഷട്ടർ സ്പീഡ് തിരഞ്ഞെടുക്കുക, ചലിക്കുന്ന ഒരു സബ്ജക്റ്റിനെ പകർത്തുക, അല്ലെങ്കിൽ ബോധപൂർവം ക്യാമറ ചലിപ്പിക്കുക. പക്ഷെ നല്ല ചിത്രങ്ങൾ കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ള രീതികളിലൊന്നാണിത്. നൂറുകണക്കിന് ചിത്രങ്ങളിൽ ഒന്നുപോലും ഉപയോഗിക്കാനാകാതെ വന്നേക്കാം. പക്ഷേ ഏറ്റവും സാധാരണമായ ദൃശ്യങ്ങളിൽ നിന്ന് പോലും അപൂർവമായൊരു കാഴ്ചാനുഭവത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. നിരന്തരമായ പരിശീലനം കൊണ്ട് ഏതൊരു കാഴ്ചയെയും മികച്ച ഒരു കലാസൃഷ്ടിയാക്കി മാറ്റാൻ ICMലൂടെ സാധിക്കും. ഫോട്ടോഗ്രാഫിക്ക് മറ്റേത് കലാമാധ്യമത്തെയും പോലെ നൂറുകണക്കിന് വഴികളുണ്ട്. ഓരോ കലാകാരൻ്റെയും കാഴ്ചപ്പാടിനും സമീപനത്തിനുമനുസരിച്ച് അത് പുതിയ പുതിയ സാധ്യതകളെ അന്വേഷിക്കുന്നു. ചിലപ്പോൾ ഒരു കാഴ്ച സ്വയം ഒരു മികച്ച ചിത്രമായിരിക്കും. യാഥാർത്ഥ്യത്തെ അതുപോലെ തന്നെ പകർത്തി കാണിക്കുമ്പോൾ നമുക്കൊരു മികച്ച ഫോട്ടോഗ്രാഫ് കിട്ടും. സാങ്കേതികവും കലാപരവുമായ അടിസ്ഥാന അറിവുകൾ കൊണ്ട് തന്നെ മികച്ച ഒരു കാഴ്ചയെ മികച്ച ഒരു ഫോട്ടോഗ്രാഫാക്കി നമുക്ക് മാറ്റാം. നമ്മൾ എന്നും ഓർമ്മിക്കുന്ന നിരവധി മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫുകളിലൂടെ, ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളിലൂടെ, വൈൽഡ് ലൈഫ് ചിത്രങ്ങളിലൂടെ, പോർട്രേറ്റുകളിലൂടെ നിരവധി കലാകാരന്മാർ അത്യപൂർവമായ ഇത്തരം കാഴ്ചകളെ നമ്മുടെ കൺമുന്നിലെത്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലർക്ക് കാഴ്ചയുടെ ഈ സ്വാഭാവികതയെ കടന്നുപോകാൻ ആഗ്രഹമുണ്ടാകും. ക്യാമറയുടെ ഷട്ടർ സ്പീഡിലും അപ്പർച്ചറിലും വ്യത്യസ്തതകൾ അന്വേഷിച്ചുകൊണ്ട് നമ്മളത് ആരംഭിക്കും. ICMും ലൈറ്റ് പെയിൻറ്റിങ്ങും മൾട്ടിപ്പിൾ എക്സ്പോഷറും മുതൽ നിരവധി ആൾട്ടർനേറ്റീവ് പ്രിൻറ്റിംഗ്, ഫോട്ടോഗ്രാഫിംഗ് സങ്കേതങ്ങൾ വരെ ആ അന്വേഷണം നീണ്ടുപോകും, നമ്മുടേതായ വഴി തെളിഞ്ഞു വരുന്നതുവരെ. ഫോട്ടോഗ്രാഫിനെ ഒരു റോ മെറ്റീരിയൽ മാത്രമായെടുത്ത് അതിനെ നേരിട്ടോ ഡിജിറ്റലായോ മാറ്റങ്ങൾ വരുത്തി വ്യത്യസ്ത കലാവസ്തുവാക്കി ആവിഷ്കരിക്കുന്ന ആയിരക്കണക്കിന് കലാകാരന്മാരുണ്ട്. ഇവിടെ ആത്യന്തികമായി ഒരു ഫോട്ടോഗ്രാഫ് അല്ല ആദ്യമുണ്ടാകുന്നത്, ഒരു ചിന്തയാണ്, ഒരാശയമാണ്. ആശയത്തെ സ്വന്തം കലാമാധ്യമത്തിലൂടെ അവതരിപ്പിക്കുന്നതിനുള്ള കലാകാരൻ്റെ ബോധപൂർവമായ പരിശ്രമമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരൻ്റെ ഗൗരവമുള്ള ഒരു സമീപനത്തെ, ചിന്തയെ ഇത്തരം ചിത്രങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിൻ്റെ ഫോട്ടോ സീരീസുകൾ അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി ഞാൻ പറയും. തൃശ്ശൂർ ആസ്ഥാനമായ ഫോട്ടോ മ്യൂസിൻ്റെ സ്ഥാപക ഡയറക്ടറും ലോകപ്രശസ്ത ഫോട്ടോ ആർട്ടിസ്റ്റുമായ അദ്ദേഹത്തിൻ്റെ സീരീസുകൾ കല എന്ന നിലയിൽ ഫോട്ടോഗ്രാഫിയെ സമീപിക്കുന്നവർക്കുള്ള ഉത്തമ വഴികാട്ടികളാണ്. ഞാനുൾപ്പെടെയുള്ള നിരവധി പേരെ വഴിമാറി നടക്കാൻ ആഗ്രഹിക്കാനും പ്രയത്നിക്കാനും പ്രചോദിപ്പിക്കുന്ന വിധം ഫോട്ടോഗ്രാഫിയുടെ ചരിത്രവും വർത്തമാനവും കാണിച്ചു തന്ന ഗുരുനാഥനാണ് അദ്ദേഹം.
ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിൻ്റെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഗൗരവമുള്ള അന്വേഷണങ്ങൾക്ക് എല്ലാവർക്കും അതൊരു കൈപ്പുസ്തകമായിരിക്കും. ഡോക്ടറെ പോലെ തന്നെ ഡോക്ടർ രൂപപ്പെടുത്തിയ ഫോട്ടോ മ്യൂസ് എന്ന സ്ഥാപനവും ഇക്കാര്യത്തിൽ വലിയൊരു സാമൂഹിക ദൗത്യം നിർവഹിക്കുന്നുണ്ട്. നിറങ്ങളുടെയും നിറപ്പകർച്ചകളുടെയും വർണ്ണാഭമായ സ്വർഗതുല്യമായൊരു യാത്രയുടെ ഒരനുഭവം നിങ്ങൾക്ക് പകരാൻ ഈ ചിത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോട്ടോഗ്രാഫി സീരീസ് അർത്ഥപൂർണമായി എന്ന് ഞാൻ കരുതും. ഈ ചിത്രപരമ്പര നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ചുവടെ ചേർക്കുക. സമാന ഹൃദയരായിട്ടുള്ളവർക്ക് പങ്കുവയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇത് തുടരുന്നതിന് എൻ്റെ പ്രചോദനം. സ്നേഹത്തോടെ, രാജീവ് മണ്ണയം.